ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന, നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 4 നിങ്ങളുടെ വയറിന്റെ ഫാറ്റ് കുറയ്ക്കുവാൻ സഹായിക്കുന്ന ഒരു 4 എക്സസൈസുകളാണ്. അപ്പോൾ ഇത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം. നമ്മളിപ്പോൾ ഇന്റൻസിറ്റി കൂടിയ നമ്മൾ ക്രഞ്ചസ്, ലെഗ് റൈസ് പോലുള്ള വർക്കൗട്ടുകളൊന്നും ചെയ്യുന്നതുകൊണ്ടുള്ള ആ ഒരു പ്രയോജനം നമുക്ക് ഈ സ്റ്റാൻഡിങ് പൊസിഷനിൽ നിന്നുകൊണ്ടുള്ള ആപ്സിന്റെ വർക്കൗട്ടുകൾക്ക് കിട്ടില്ല. ഓക്കെ, പക്ഷേ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ വ്യായാമം ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പതിയെ പതിയെ നിങ്ങളുടേതായ ഈ ഒരു ഭാഗത്തെ മസിൽസിന് നല്ലൊരു സ്ട്രെങ്ത് കൊടുത്തുകൊണ്ട് നിങ്ങളെ ഫ്ലെക്സിബിലിറ്റി ഒക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇന്റൻസിറ്റി കൂടിയ വർക്കൗട്ടുകളിലോട്ട് പോകാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ തുടക്ക സമയങ്ങളിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ വർക്കൗട്ടുകൾ ചെയ്ത് തുടങ്ങുന്ന സമയത്തുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യായാമങ്ങൾ ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ കോർ മസിൽ, നിങ്ങളുടെ ഈ ഭാഗത്തെ മസിൽസുകൾ നല്ല രീതിയിൽ ടൈറ്റ് ആവും. ഓക്കെ, അപ്പം അതിലുപരിയായിട്ട് നമുക്ക് ഫാറ്റ് ചെറുതായിട്ട് ബേൺ ചെയ്യിപ്പിക്കാനും ഈ ഒരു വ്യായാമങ്ങൾ കൊണ്ട് സാധിക്കുന്നതായിരിക്കും. അപ്പം കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ വ്യായാമം ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വാം അപ്പ് ചെയ്യണം. ഓക്കെ, വാം അപ്പ് ചെയ്യാനായിട്ട് നിങ്ങളുടെ കാല് ഇതേപോലെ ഒന്ന് വൈഡ് ചെയ്ത് വെക്കുക. വൈഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ ചെയ്യുന്ന കണക്ക് തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങളുടെ കൈ ഇതേ കണക്ക് മുകളിലോട്ട് ഉയർത്തുക. അതിനുശേഷം സാവധാനം ഇതേപോലെ താഴോട്ട് വെക്കുക. ഓക്കെ, 1 2 3 4. അപ്പൊ നിങ്ങൾക്ക് തുടക്ക സമയങ്ങളിൽ താഴെ കൊണ്ട് നിങ്ങളുടെ കൈ മുട്ടിക്കാനായിട്ട് പറ്റില്ലായിരിക്കും. നിങ്ങളെ കൊണ്ട് മാക്സിമം എത്രത്തോളം താഴാൻ പറ്റുമോ നിങ്ങൾ അത്രത്തോളം താഴാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് സ്ട്രെയിൻ എടുത്തുകൊണ്ട് നിങ്ങളുടെ കൈ കൊണ്ട് താഴെ മുട്ടിക്കാനായിട്ട് ശ്രമിക്കേണ്ട. നിങ്ങളുടെ നടുവിന്, ലോവർ ബാക്കിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് ചിലപ്പം ഇത്രയും നിങ്ങളെ കൊണ്ട് പറ്റത്തോളായിരിക്കും. മതി, അപ്പ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്ന വഴി നമ്മുടെ ഈ ഒരു ഭാഗത്തെ മസിൽസ് നല്ല രീതിയിൽ ടൈറ്റ് ആവും. അതിലുപരിയായിട്ട് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം നമ്മുടെ ഈ കാലിലെ മുട്ട് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20 തൊട്ട് 30 റെപ്പിറ്റേഷനാണ്. 20 തൊട്ട് 30 റെപ്പിറ്റേഷൻ നിങ്ങൾ ചെയ്യണം. ഓക്കെ, കമ്പൽസറി ആയിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതേപോലെ 1 2 3 4 5 6 7 8. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ വ്യായാമം. എക്സസൈസ് എന്ന് പറയുന്നത് നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. ഓക്കെ, ഇതേ കണക്ക് നിങ്ങളുടെ കോർ മസിലൊക്കെ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് പിടിക്കുക, ആപ്സിന്റെ മസിൽസ്. അതിനുശേഷം സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. നിങ്ങളുടെ കൈകൾ മുകളിലേക്ക് ഉയർത്തുക. അതിനുശേഷം ഞാൻ ചെയ്യുന്ന കണക്ക് തന്നെ ചെയ്യുക. 1 ഇതേപോലെ കണ്ടില്ലേ, 2 3 4 5 6 7 8. ഇതേ കണക്കാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ തുടക്ക സമയത്തിലൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതേ കണക്ക് സ്ലോ ആയിട്ടുള്ള മൂവ്മെന്റ് ചെയ്താൽ മതിയാവും. ഓക്കെ, ഇതേപോലെ സ്ലോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പം നിങ്ങൾ ചെയ്ത് ഒരല്പം പ്രാക്ടീസ് ഒക്കെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം. ഇതേ കണക്ക് നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് 30 റെപ്പിറ്റേഷൻ എങ്കിലും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഈ ഭാഗത്തെ മസിൽസ് നല്ല രീതിയിൽ ആക്ടിവേഷൻ. എക്സസൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഫിറ്റ് സൈഡിലോട്ട് ചേർന്ന് നിൽക്കുക. ഇതേപോലെ. ഓക്കെ, ഞാൻ ഈ നിൽക്കുന്നതൊക്കെ ഫിറ്റ് സൈഡിലോട്ട് ചേർന്ന് നിൽക്കുക. നിങ്ങളുടെ കാലിന് ഒരു അല്പം വൈഡ് ചെയ്ത് വെക്കുക. ഇതേപോലെ. ഓക്കെ, ഈ ഒരു പൊസിഷനിലോട്ട് നിങ്ങൾക്ക് വരാവുന്നതാണ്. ഇതേപോലെ. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ കൈകൾ ഇങ്ങനെ വെക്കുക. പതുക്കെ സൈഡിലോട്ട്. 1 2 3 4 5 6 7 8. ഈ ഒരു വ്യായാമം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹിപ്പ് മസിൽ, ഈ ഒരു ഭാഗത്തെ ഒബ്ലിക്സിന്റെ ഭാഗത്തെ മസിൽസിനെ നല്ല രീതിയിൽ സ്ട്രെങ്ത് തരാൻ സഹായിക്കും. ഓക്കെ,
അപ്പോൾ തുടക്ക സമയത്തിലൊക്കെ ഒരുപാട് നേരമൊന്നും നമുക്ക് ഈ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാക്സിമം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നിടത്തോളം നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ കാലുകൾക്കും നല്ല എക്സസൈസ് ആണ്. കാലുകളുടെ സ്ട്രെങ്തും ഇതോടൊപ്പം വർദ്ധിക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു പൊസിഷനിൽ നിൽക്കുക. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഫൈനൽ എക്സസൈസ് എന്ന് പറയുന്നത് നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക. സ്ട്രൈറ്റ് ആയിട്ട് നിന്നതിന് ശേഷം നിങ്ങളുടെ കൈകൾ ഇതേ കണക്ക് നിങ്ങൾ പിടിക്കുക, ഇങ്ങനെ. ഓക്കെ, ഈ ഒരു പൊസിഷനിൽ നിങ്ങൾ പിടിക്കുക. നിങ്ങളുടെ ഈ ചെസ്റ്റിന്റെ ഈ ഒരു ഭാഗത്തിന് ലെവലായിട്ട് ഇതേ കണക്ക് നിങ്ങൾക്ക് പിടിക്കാം. പിടിച്ചതിന് ശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇതേപോലെ. 1 2 3 4 5 6 7 8. കണ്ടല്ലോ, ഇതേ കണക്ക് നിങ്ങളുടെ കാല് ഇതേ കണക്ക് ഇങ്ങനെ നിന്നതിന് ശേഷം ഇങ്ങനെ ക്രോസ് ആയിട്ട് പോവുക. 1 2 3 4. ഇതേ കണക്കാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നല്ല എക്സസൈസ് ആണ്. നിങ്ങളുടെ ഈ ആപ്സിന്റെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാൻ, കോർ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാൻ, അതേപോലെ തന്നെ ഞാൻ ഈ കാണിച്ചിരുന്ന വ്യായാമങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഫ്ലെക്സിബിലിറ്റിക്കൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കുറഞ്ഞത് 30 റെപ്പിറ്റേഷനെങ്കിലും നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ഏകദേശം ഒരാഴ്ചയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം നിങ്ങൾക്ക് കണ്ടു തുടങ്ങും. നിങ്ങളുടെ കോർ മസിലൊക്കെ നല്ല സ്ട്രെങ്ത് ആവും. അത് മാത്രമല്ല, നമുക്ക് ഇത് ചെയ്ത് പരിശീലിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ വലിയ വർക്കൗട്ടുകളിലോട്ട്, ഇന്റൻസിറ്റി കൂടിയ വർക്കൗട്ടുകളിലോട്ടൊക്കെ നമുക്ക് പോകാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്